ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മുടെ സദ്യയിൽ മെയിൻ ഐറ്റമായിട്ടുള്ള അവിയലാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു അടിപൊളി അവിയലാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അവിയലാണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിയലും സാമ്പാറിൻ്റെ റെസിപ്പി നമ്മൾ നാളെ ഇടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അവിയലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ എടുത്ത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെടുത്ത് പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്തങ്ങ എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കോല്, പച്ചയ്ക്ക, ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, പടവലങ്ങ, കോവയ്ക്ക, ചേന, ചേമ്പ്, ബീൻസ്, ഇത്രയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ നല്ലോണം കഴുകി അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നീട് നമുക്ക് വേണ്ടത് ഒരു തക്കാളിയും കൂടിയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പിരയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജീരകം വേണം. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി. ഇത് നമുക്ക് അവിയലിലിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാതെ അതിനുശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാതെ 2 പച്ചമുളക് നെടുകെ കീറിയത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ആ മഞ്ഞൾപ്പൊടി കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നീട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നീട് നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കുള്ളൂ. ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. കാരണം നമ്മൾ ഇത് ആവിയിൽ കിടന്ന് വേവേണ്ടതാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. കാരണം തക്കാളി നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേന എടുത്ത് നോക്കിയാൽ മതി. ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നീട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇതാപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. തൈര് ഇടുമ്പോഴത്തേക്കും കുറച്ചും കൂടി കുഴഞ്ഞ അവിയലായിരിക്കും ഉണ്ടാകുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരിന് പകരമായിട്ട് മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഴയാത്ത അവിയൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ തൈര് ഇടാനല്ല മാങ്ങ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കണം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. ഇത്രയുള്ളൂ. നമ്മളിപ്പോൾ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതുകൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അത് നമ്മളൊരു 10-15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെയും ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു മണം നമുക്ക് അടിക്കും. ആഹാ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ അവിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സദ്യയുടെ അടുത്ത റെസിപ്പി ആയിട്ട് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.